Friends, welcome to our channel Civil On. ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കേരള PSC പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അസിസ്റ്റന്റ് എഞ്ചിനീയർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. നമുക്കറിയാം ആദ്യമായിട്ടാണ് കേരള PSC പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എക്സാം നടത്തുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്ത് നടത്തിയിരുന്നത് LBS ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അത് 2015 ഫെബ്രുവരി 2015 എക്സാം നടന്നിരുന്നത്. സോ നമുക്ക് കൃത്യമായിട്ടുള്ള സിലബസ് PSC പുറത്തു വിട്ടിട്ടില്ല എങ്കിൽ കൂടി നമുക്ക് ഇപ്പോഴേ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. സോ ഏറ്റവും ബേസിക്കലി ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഈ സബ്ജക്റ്റ് നമ്മൾ എന്തൊക്കെയായാലും പഠിച്ചിരിക്കണം. സോ ജസ്റ്റ് ആ ഒരു സബ്ജക്റ്റ് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. സോ ബേസിക്കലി ഫസ്റ്റ് ഓഫ് ഓൾ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് ഏറ്റവും നന്നായിട്ട് ഡെപ്തിൽ തന്നെ നമ്മൾ പഠിച്ചിരിക്കണം. എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് ഏറ്റവും വെയിറ്റേജ് ആ ഒരു സബ്ജക്റ്റ് തന്നെയായിരിക്കും. എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് വാട്ടർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം വാട്ടർ സപ്ലൈ എഞ്ചിനീയറിംഗ്, സാനിറ്ററി എഞ്ചിനീയറിംഗ്, സ്വീവേജ് ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ അതിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കണം. സെക്കൻഡ്ലി എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ്, തേർഡ് എയർ പൊല്യൂഷൻ, നോയ്സ് പൊല്യൂഷൻ, ഫോർത്ത് എക്കോളജി ആൻഡ് മൈക്രോബയോളജി, ഫിഫ്ത്ത് വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗ്, സിക്സ്ത് ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഹൈഡ്രോളിക് മെഷീൻസ്, സെവൻത്ത് പ്രൊജക്ട് മാനേജ്മെന്റ്, 8th basic civil engineering, 9th chemical engineering. Okay. ഇതിൽ ഈ ബോൾഡായിട്ട് എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ്, ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഹൈഡ്രോളിക് മെഷീൻസ്, പ്രൊജക്ട് മാനേജ്മെന്റ്, കെമിക്കൽ എഞ്ചിനീയറിംഗ് എന്നുള്ള സബ്ജക്ട്സ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബാക്കിയുള്ളതും എന്തായാലും പഠിച്ചിരിക്കേണ്ട സബ്ജക്ട്സ് തന്നെയാണ്. സോ നമുക്ക് ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്താൽ എങ്ങനെ ഒരു ട്രെൻഡ് നമുക്ക് ഏകദേശം മനസ്സിലാക്കാം, ലെവൽ ഓഫ് ഡിഫിക്കൽട്ടി ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. സോ ഇതാണ് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ. സോ നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. സോ ഇത് 2015 ഫെബ്രുവരിയിൽ LBS ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ അസിസ്റ്റന്റ് എഞ്ചിനീയർ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. സോ ഇതിൽ പഴയ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയതുകൊണ്ട് തന്നെ ട്രെൻഡ് എന്ന് പറയുന്നത് 20 ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ പറഞ്ഞ സബ്ജക്ട്സ് എൻവയോൺമെന്റൽ, കെമിക്കൽ എഞ്ചിനീയറിംഗ് സബ്ജക്ട്സ്, സിവിൽ എഞ്ചിനീയറിംഗ് സബ്ജക്ട്സ് എന്നായിരുന്നെങ്കിൽ 20 ക്വസ്റ്റ്യൻസ് മാത്തമാറ്റിക്സും കുറച്ച് GK, കുറച്ച് റീസണിങ് ഒക്കെ ഉണ്ടായിരുന്നു. സോ നമുക്ക് ഫസ്റ്റ് 80 ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഫ്രം ദ ഫോളോയിങ് ഓപ്ഷൻസ് ഐഡന്റിഫൈ ദ ആസിഡ്സ് വിച്ച് ഇസ് നോട്ട് റെസ്പോൺസിബിൾ ഫോർ ആസിഡ് റെയിൻ. അതിന് ആൻസർ അസറ്റിക് ആസിഡ് ആണ്. So next question, the dissolved oxygen content in river water is, അത് അറൌണ്ട് 5 ppm ആണ് അതിന്റെ റേഞ്ച്. അങ്ങനെ ഓരോ കണ്ടൻസിന്റെയും ക്വാണ്ടിറ്റി നമുക്ക് ബേസിക്കലി പഠിക്കാനുള്ളത് തന്നെയാണ്. തേർഡ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് എ മാനേജ്മെന്റ് ഓപ്ഷൻ ഫോർ എയർ പൊല്യൂഷൻ? ട്രാൻസ്പോർട്ട് പ്ലാനിംഗ്, എമിഷൻ ചാർജസ്, റെഗുലേഷൻസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ്. ഈ മൂന്നും എയർ പൊല്യൂഷന്റെ മാനേജ്മെന്റ് ഓപ്ഷൻസ് ആണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഡാഷ് കോസസ് മിനിമം വാട്ടർ പൊല്യൂഷൻ എമംഗ് ദി ഫോളോയിങ് ന്യൂട്രിയൻസ്? ഓപ്ഷൻ എ ഓർഗാനിക് മാറ്റർ, ഓപ്ഷൻ ബി പൊട്ടാസ്യം, ഓപ്ഷൻ സി നൈട്രജൻ, ഓപ്ഷൻ ഡി ഫോസ്ഫറസ്. പൊട്ടാസ്യം ആണ് ഏറ്റവും കുറവ് മിനിമം പൊല്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു സബ്സ്റ്റൻസ് തന്നിരിക്കുന്നത്. സോ ഇതിൻ്റെയൊക്കെ എക്സ്പ്ലനേഷൻ ആയിട്ടുള്ള വീഡിയോ വളരെ ലെങ്ത് കൂടുക എന്നുള്ള രീതിയിലാണ് ഞാൻ എക്സ്പ്ലനേഷൻ പറയാത്തത്. സോ നമുക്ക് വേണമെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്ത് ഡിവൈഡ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട്. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ ഡിസ്കസ് ചെയ്ത് ഓരോ ക്വസ്റ്റ്യൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത് വീഡിയോ വേറെ ചെയ്യുന്നതാണ്. സോ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ടെൻഡൻസി ഓഫ് പൊല്യൂട്ടൻ ബിക്കം concentrated in successive trophic levels. അപ്പോൾ ഇതിൽ ബയോമാഗ്നിഫിക്കേഷൻ ആണ്. ആ ഒരു ബയോമാഗ്നിഫിക്കേഷൻ ഡെഫിനിഷൻ തന്നെയാണ് ആ ഒരു കൊടുത്തിരിക്കുന്നത് ആ സെന്റൻസിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഔട്ട് ഓഫ് ദി ഫോളോയിങ് എക്യുപ്മെന്റ്സ് ഡാഷ് ഈസ് മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ റിമൂവൽ ഓഫ് ഗേഷ്യസ് പൊല്യൂട്ടൻസ്? ഗേഷ്യസ് പൊല്യൂട്ടൻസിന്റെ റിമൂവലിന് ഏറ്റവും സ്യൂട്ടായിട്ടുള്ള ഒരു എക്യുപ്മെന്റ് എന്ന് പറയുന്നതാണ് സെറ്റിലിംഗ് ചേംബർ. ഓക്കെ, ഇതിന്റെ ആൻസർ PSC ആൻസർ കീ പ്രകാരമുള്ളത് സെറ്റിലിംഗ് ചേംബർ തന്നെയാണ്. പക്ഷെ ഇലക്ട്രോസ്റ്റാറ്റിക് പ്രസിപ്പിറ്റേറ്ററോ അതുപോലെ ഈ 4 ഡിവൈസസും ബേസിക്കലി ഗേഷ്യസ് പൊല്യൂട്ടൻസിന്റെ റിമൂവലിന് വേണ്ടിയിട്ടാണ്. അതായത് പർട്ടിക്കുലർ മാറ്റേഴ്സ് ഗേഷ്യസ് പൊല്യൂട്ടൻസ് നിന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്. പിന്നെ എഫിഷ്യൻ്റ് ആയിട്ടുള്ളത് ഇലക്ട്രോസ്റ്റാറ്റിക് പ്രസിപ്പിറ്റേറ്റർ ആണെന്നും പല ഇതിലും കാണുന്നുണ്ട്. സോ അക്കോർഡിംഗ് ടു PSC ആൻസർക്കാണ് ഈ ഒരു ആൻസർ പറഞ്ഞിരിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും കറക്ഷൻസോ ഉണ്ടെങ്കിൽ ചാറ്റിൽ അറിയിക്കാം. സെവൻത്ത് ക്വസ്റ്റ്യൻ,
particulates less than 1 micron remaining suspended in air indefinitely and transported by wind currents are called. ഓപ്ഷൻ ബി എയറോസോൾസ് ആണ് ആൻസർ. ഇത് നമുക്ക് ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ എന്തായാലും പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇങ്ങനെ ഒരു പർട്ടിക്കുലർ മാറ്റേഴ്സിന്റെ സൈസസ് ക്ലാസിഫിക്കേഷൻ, അതിന്റെ സൈസസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 8th question, it's a numerical problem. 2 liters of sample of activated sludge is allowed to settle for 30 minutes. At the end of the settling time, the sludge volume is 400 ml. The sample has MLSS concentration of 1600 milligram per liter. The 30 minutes settled sludge volume, that is SSV 30 in milliliter per liter is dash and the sludge volume index is ചോദിച്ചിരിക്കുന്ന SSV 30 വാല്യൂ ആൻഡ് സ്ലഡ്ജ് വോളിയം ഇൻഡെക്സും ആണ്. അത് നമ്മൾ പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻ ആണ്. സോ ഇതിൻ്റെ എക്സ്പ്ലനേറ്ററി വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും. പിന്നെ ഞാൻ ജസ്റ്റ് ആൻസർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 400 250 ആണ് വാല്യൂ. The 9th question, the main industrial source for hydrogen and sulfur emission is. Its main industrial source is thermal power plant utilizing coal ആണ് ആൻസർ. 10th question, the dissolved oxygen content will be dash. Dissolved oxygen content എന്ന് പറയുന്നത് ന്യൂണിലായിരിക്കും. മാക്സിമം അറ്റ് ന്യൂൺ ആണ് കറക്റ്റ് ആൻസർ. Which of the following equipment is suitable for removing fly ash from flue gases from a cement factory? Its answer is electrostatic precipitator. Electrostatic precipitator ആണ് removing fly ash from flue gases from a cement factory. Which of the following is correct? ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന്? റിമൂവൽ ഓഫ് ഇൻഓർഗാനിക് സസ്പെൻഡഡ് സോളിഡ്സ് cannot be done using a grid chamber. Option B, trickling filter is an anaerobic attached growth process. Option C, in a completely mixed anaerobic reactor the SRT is same as the HRT. ഇതിൽ SRT എന്ന് പറയുന്നത് സോളിഡ് റീറ്റൻഷൻ ടൈം, മറ്റേത് HRT ഹൈഡ്രോളിക് റീറ്റൻഷൻ ടൈമാണ്. ഓക്കെ, അപ്പോൾ അതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. 13th question, which of the following is correct with respect to an equalization tank? Equalization tankനെ അപേക്ഷിച്ചിടത്തോളം കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. Equalization tanks are provided to balance fluctuating flows. ശരിയാണ്. The equalization tanks are provided to balance fluctuating concentrations. Option C, the equalization tanks are provided to assist self-neutralization and to even out the effect of a periodic sludge discharge from a batch process. അപ്പോൾ ഈ എല്ലാ ഓപ്ഷൻസും കറക്റ്റ് ആണ് എന്നുള്ളതാണ് ആൻസർ. Next question, during biomagnification each molecule of nitrogen needs dash molecules of oxygen but releases back dash molecules in denitrification. അപ്പോൾ നൈട്രജൻ നീഡ്സ് 4 മോളിക്യൂൾസ് ആണ് നൈട്രിഫിക്കേഷന് ആവശ്യമുള്ളത് ആൻഡ് ഡീനൈട്രിഫിക്കേഷന് 2.5 മോളിക്യൂൾസ് ആണ് വേണ്ടത്. ഇത് 4 2.5 ആണ് കേട്ടോ ഓപ്ഷനിൽ. Okay, next question, 15th question, dash is the ideal method which is adopted when the solid waste consists of large amount of organic matter along with high moisture content. So നമുക്ക് ഇത് ആലോചിച്ച് തന്നെ കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കമ്പോസ്റ്റിംഗ് മെത്തേഡ് ആണ്. അതായത് നല്ല മോയ്സ്ചർ കണ്ടന്റ് ഉള്ളപ്പോൾ സോളിഡ് വേസ്റ്റ് ഏറ്റവും ഐഡിയൽ മെത്തേഡ് അല്ലെ, ഓർഗാനിക് മാറ്റർ സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് ഏറ്റവും ഐഡിയൽ മെത്തേഡ് കമ്പോസ്റ്റിംഗ് തന്നെയാണ്. ഡാഷ് ഈസ് ആൻ ഇന്റർനാഷണൽ treaty designed to protect the ozone layer by phasing out the production of numerous substances that are responsible for ozone depletion. അതിന് വേണ്ടിയിട്ട് ഫോം ചെയ്ത പ്രോട്ടോകോൾ ആണ് മോൺട്രിയൽ പ്രോട്ടോകോൾ. ഓക്കെ, 17th question, the daily wastage water production from a certain industry amounts to 6 megaliters with a BOD of 370 milligram per liter. The average BOD of a person is 6 kilogram per day. The population equivalent is dash. ഇതൊരു ഇത് സിമ്പിൾ ആയിട്ട് ഒരു ഫോർമുല യൂസ് ചെയ്ത് ചെയ്യേണ്ട ഒരു പ്രോബ്ലം ആണ്. BODന്റെ പ്രോബ്ലം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിന്റെ ആൻസർ ഓപ്ഷൻസ് ബി 37,000 ആണ്. 18th question, BOD, COD, TOD represents നമുക്കറിയാം ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ്, കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്, theoretical oxygen demand of an effluent which is correct sequence of the increasing order of their values. അപ്പോൾ ഏറ്റവും കുറവ് BOD ആണ്, പിന്നെ COD, പിന്നെ TOD, ആ ഒരു ഓർഡറിലാണ് പോകുന്നത്. Dash is the most common unit for measuring total ozone concentration. Dobson unit ആണ് നമ്മൾ ഓസോൺ കോൺസെൻട്രേഷൻ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന യൂണിറ്റ് എന്ന് പറയുന്നത്. ദ തിയററ്റിക്കൽ COD ഓഫ് എത്തനോൾ, എത്തനോളിന്റെ തിയററ്റിക്കൽ COD എന്ന് പറയുന്നത് 2.09 ആണ്.
2.09 ആണ് എത്തനോളിന്റെ COD theoretical. Winkler's method with hazard modification is used for measuring dash for water quality test. So, okay, Winkler's method in the dissolved oxygen കാണാനുള്ള ഒരു method ആണ്. Next question, for the determination of dash in water quality test, dash being applied. ഇതിൽ ഏറ്റവും കറക്റ്റ് ആയിട്ട് ഏതാണ്? സൾഫേറ്റ്സിന് ആർഗ്നോറ്റോമെട്രിക് മെത്തേഡ് ആണെന്നാണ് പറയുന്നത്. ക്ലോറൈഡ്സിന് EDTA ടൈട്രോമെട്രിക് മെത്തേഡ്സ് ആണെന്നാണ് പറയുന്നത്. ക്ലോറൈഡ്സിന് ആർഗ്നോറ്റോമെട്രിക് മെത്തേഡ് ആണെന്നാണ് പറയുന്നത്. ഫ്ലൂറൈഡ്സിന് സ്റ്റാനോസ് ക്ലോറൈഡ് മെത്തേഡ് ആണെന്നാണ് പറയുന്നത്. ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള മാച്ചിങ് ആയിട്ട് വരുന്നതെന്ന് ടൈട്രേഷൻ നമ്മൾ ചെയ്യുന്നതാണ് ലാബിലൊക്കെ. സോ ആൻസർ ക്ലോറൈഡ്സിന് ആർഗ്നോമെട്രിക് മെത്തേഡ് ആണ് യൂസ് ചെയ്യുന്നത് എന്നാണ്. 23rd question, methinoglobinemia is a disease caused by the excess concentration of dash in drinking water. Nitrates excess ആകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഡിസീസ് ആണ് മെത്തിനോഗ്ലോബിനീമിയ എന്നുള്ള ഒരു ഡിസീസ്. ഓക്കെ. 24th question, the maximum permissible limit of fluorides in drinking water is dash and the highest desirable limit is dash as per Indian Standard Drinking Water Specification. അപ്പോൾ IS specification, Indian Standard Drinking Specification പറയുന്ന maximum limit of fluoride എന്നുള്ളത് 1.5 highest desirable എന്നുള്ളത് 1 ppm ആണ്. ppm milligram per liter equal തന്നെയാണ്. 25th question, the Streeter-Phillips equation describes how dash distance in a river or stream along a certain decreases by degradation of dash. അതായത് ആദ്യത്തെ ഡിസോൾവ്ഡ് ഓക്സിജൻ ആണ് ആ ഡാഷിൽ വരുന്നത്, പിന്നത്തെ ബ്ലാങ്കിൽ BOD ആണ് സ്യൂട്ട് ആയിട്ട് വരുന്നത്. The Streeter-Phillips equation describes how dissolved oxygen distance in a river along a certain decreases by degradation of BOD. 26th question, polyaluminium chloride is used as a dash in water treatment plant. Polyaluminium chloride നമ്മളൊരു coagulant ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ്. So 27th question, fresh sewage is dash and septic sewage is dash. Fresh sewage എന്ന് പറയുന്നത് ആൽക്കലൈനും septic sewage എന്ന് പറയുന്നത് അസിഡിക്കും ആണ്. The disinfection efficiency will be dash decreases at higher pH of water എന്നുള്ളതാണ് ആൻസർ. 29th question, 175 kg of bleaching powder contains dash kilogram of chlorine stoichiometrically. 48 kg ആണ്. നമ്മൾ ചെറിയൊരു കാൽക്കുലേഷൻ ചെയ്താൽ മതിയാവും ആൻസർ കിട്ടാൻ. മാച്ച് ദ ഫോളോയിങ് ആൻഡ് ചൂസ് ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. കറക്റ്റ് ആൻസർ ഇതിൽ ഏറ്റവും മാച്ചിങ് ആയിട്ട് വരുന്ന ആൻസർ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മാച്ചിങ് ആയിട്ട് വരുന്നത് സ്കിമ്മിങ് എന്നുള്ളത് റിമൂവൽ ഓഫ് സ്കിമ്മിങ് എന്നുള്ള പ്രോസസ്സ് നമ്മൾ എന്തിനാ ചെയ്യുന്നതെന്ന് വെച്ചാൽ റിമൂവൽ ഓഫ് ലൈറ്റർ ഫ്ലോട്ടിംഗ് സോളിഡ്സ്, ഗ്രീസ്, സോപ്പ് എക്സെട്ര. അതാണ് ആൻസർ. അതായത് രണ്ടാമത്തെ, അതായത് ഫ്ലോക്കുലേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇംപ്രൂവ്മെന്റ് ഓഫ് സെറ്റ്ലിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സസ്പെൻഡഡ് സോളിഡ്സിനാണ്. തേർഡ്, കെമിക്കൽ പ്രസിപ്പിറ്റേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് റിമൂവൽ ഓഫ് സെറ്റിലബിൾ സോളിഡ്സ്, അതുപോലെ കൊളോയിഡ്സ് ആൻഡ് ഫോസ്ഫറസ്, അതിൻ്റെയൊക്കെ റിമൂവലിന് വേണ്ടിയിട്ടാണ് കെമിക്കൽ പ്രസിപ്പിറ്റേഷൻ ചെയ്യുന്നത്. ആൻഡ് റിമൈനിങ് വൺ ഈസ് പ്രിപ്പറേഷൻ which is used for improvement of hydraulic distribution. Okay, that's the answer. Next question, when the diameter of spherical particles settling in a fluid doubles, the terminal settling velocity of the particle will be increased by 300%. എന്നുള്ളതാണ് ആൻസർ. 32nd question, if the flow rate through a pipe is doubled, head loss. ഫ്ലോ റേറ്റ് ഡബിൾ ആയിട്ടുണ്ടെങ്കിൽ ഒരു പൈപ്പിൽ ഹെഡ് ലോസ് ഈസ് quadrupled for a turbulent flow എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 33rd question, in underground pipelines dash are commonly used. Sleeve joints are commonly used for underground pipelines. Which of the following is correct with respect to NPSH? Net pressure suction head എന്നുള്ളതാണ് NPSH. അതിന് കറക്റ്റ് ആയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് വെലോസിറ്റി ഹെഡ് പ്ലസ് പ്രഷർ ഹെഡ് at the section minus vapor pressure at section temperature എന്നുള്ളതാണ് ആൻസർ. 35th question, which of the following correct for
A particle settling in a fluid at terminal settling velocity. Option A, the weight of the particle is equal to buoyancy plus drag. 36th question, for the following Newtonian fluid with through a circular pipe, the shear stress at the center. Central shear stress which will be 0 at the center and varies linearly along its radius. 37th question, the specific speed of radial flow centrifugal pump, which is lower than that of an axial flow pump. Axial flow pumpinekkaളും lower ആണ് എന്നുള്ളതാണ് correct ആയിട്ടുള്ള ആൻസർ വരുന്നത്. The specific speed of a pump is which is proportional to the square root of this velocity at the point of best efficiency. Next is ഇതൊക്കെ fluid mechanics and fluid machines എന്നുള്ളതാണ്. Machines. So 39th question, dash is used to measure surface tension. Surface tension measure ചെയ്യാൻ യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ് എന്ന് പറയുന്നത് stalagmometer ആണ് യൂസ് ചെയ്യുന്നത്. 40th question, the hydraulic diameter of a rectangular air conditioning duct having a cross section of 1 meter into 50 centimeter is dash. Hydraulic diameter എന്ന് പറയുന്നത് 80 centimeter ആണ്. നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്താൽ കിട്ടുന്നതാണ്. 41st question, a dash and a dash pump is generally used for irrigation purpose. Okay, a large capacity and low head pump ആണ് നമ്മൾ irrigation purpose suit ആയിട്ടുള്ളത്. Next question, dash equation is used to obtain pressure drop in dash F for laminar flow. Okay, Korsnikov equation is used to obtain the pressure drop in packed bed for laminar flow. Okay, 43rd question, out of the following ഇനി ഉള്ളത് തൊട്ട് പ്രൊജക്ട് മാനേജ്മെന്റ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. Out of the following technique used for project scheduling, dash is considered to be simulation technique. Monte Carlo analysis method ആണ് simulation യൂസ് ചെയ്യുന്നത്. ഈ മെത്തേഡ് തന്നെ ശരിക്കും Monte Carlo simulation technique എന്നും അറിയപ്പെടുന്നുണ്ട്. The principle of continuous improvement of the base is the basic of. Okay, and answer TOM ആണ്. Dash is not a key feature of total quality management. Total quality management key feature അല്ലാത്തത് ഏതെന്നാണ് question. Establishing clear specification എന്നുള്ളതാണ് answer. 46th question, the standard deviation of a PERT diagram, project evaluation and review technique എന്നുള്ളതാണ് PERT, which can be calculated by taking the and answer by the square root of the sum of the variance on the nodes on the critical path എന്നുള്ളതാണ് answer. Which of the following is not correct? Correct അല്ലാത്തത് ഏതെന്നാണ്. CPM use activity oriented network. Correct അല്ല because it is an event oriented network ആണ്. PERT uses event oriented network എന്ന് പറയുന്നുണ്ട്. So PERT എന്ന് പറയുന്നത് ഒരു ആക്ടിവിറ്റി ഓറിയന്റഡ് ആണ്. സോറി അങ്ങനെയല്ല. CPM ഈസ് ആക്ടിവിറ്റി ഓറിയന്റഡ് തന്നെയാണ്, അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അതുപോലെ PERT യൂസ് ചെയ്യുന്നത് ഇവന്റ് ഓറിയന്റഡ് നെറ്റ്വർക്ക് തന്നെയാണ്. PERT നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ആലോചിച്ച് വെച്ചാൽ മതി. PERTൽ ഉള്ളത് കാരണം കൊണ്ട് ഈ ഇവന്റ് ഓറിയന്റഡ് ആണ് നമുക്ക് അങ്ങനെ മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ അത് തെറ്റില്ല, ഇവന്റ് ഓറിയന്റഡ് ആണ്, മറ്റേത് ആക്ടിവിറ്റി ഓറിയന്റഡ്. ഇത് രണ്ട് ഇതിൽ ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത് നോട്ട് കറക്റ്റ് എന്നുള്ളതാണ്. നമ്മൾ അതൊക്കെ കറക്റ്റ് ആയിട്ട് തന്നെ വായിക്കണം. ഓപ്ഷൻ സി, ഡിറ്റർമിനിസ്റ്റിക് കോൺസെപ്റ്റ് is used in CPM, whereas PERT uses probabilistic model concept. ഇതില് deterministic concepts are issued in CPM. അതെ, CPM deterministic ആണ്, PERT uses probabilistic model concept. അതും കറക്റ്റ് ആണ്. അത് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത് തെറ്റിയതാണ്. ഈ ഓപ്ഷനും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. ഓക്കെ, ഇതും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. ഇതല്ല ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡിയിൽ പറയുന്നത് കോസ്റ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടൈം ഇൻ CPM. ഈ ഒരു ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ടുള്ള. ഈ തെറ്റാണ്, ഈ ഓപ്ഷൻ തെറ്റാണ്. സോ ചോദിച്ചിരിക്കുന്നത് നോട്ട് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻ ഡി വിൽ ബി ദി ആൻസർ. ഓക്കെ, 48th question, a mercury manometer connected across an orifice meter fitted in pipe containing a flow liquid indicates reading of 4 centimeter when the manometer fluid is changed with a fluid of specific gravity 1.36 without changing the flow rate. The new manometer reads. ഓക്കെ, ഇത് ചെറിയൊരു കാൽക്കുലേഷൻ ഉള്ള ഒരു പ്രോബ്ലം ആണ്. സോ ആൻസർ ഇവിടെ കിട്ടേണ്ടത് 40 സെന്റിമീറ്റർ ആണ്. 49th question, the flow of an incompressible fluid with OB shear force is called as dash. Potential flow എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. 50th question, what percentage of total distribution are 3 sigma from the mean equal to? ഓപ്ഷൻ ബി ആണ് ആൻസർ. 2 persons were to be assigned perform task full time to be completed 2 weeks, but
the project manager could assign the person to this task, one person to this task. At the end of 2 weeks, the person's assigned could complete 60% of the task. The cost performance index is in the answer option C ആണ് വരുന്നത് 1.2. 52nd question, if the speed of a centrifugal pump is double, the head developed will be quadrupled എന്നുള്ളത് തന്നെയാണ് ആൻസർ വരുന്നത്. 53rd question, pick the wrong statement. A wrong statement ഇതിൽ വരുന്നത് നെറ്റ്വർക്ക് ഡയഗ്രാം is a good reporting format because the time frame is very clear and is not at all confusing. ഈ ഒരു ആൻസർ ആണ് റോങ് ആയിട്ടുള്ള ഒരു ആൻസർ എന്ന് പറയുന്നത്, റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. 54th question, the dash is most suitable flow measuring device for the fluid flow measurement in a very large diameter pipeline. അത് നമുക്ക് അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, പിറ്റോ ട്യൂബ് ആണ് ആൻസർ വരുന്നത്. ചോദിച്ചിരിക്കുന്നത് എന്താണ്, ഫ്ലോ മെഷറിംഗ് ഡിവൈസ് ആണ്, സോ ഇറ്റ് ഈസ് പിറ്റോ ട്യൂബ്. The noise pollution regulation and control rules was enacted in India in the year of 2000ലാണ് നോയിസ് പൊല്യൂഷൻ റൂൾസ് എനാക്ട് ചെയ്തത് ഇന്ത്യയിൽ. ഓക്കെ, പിക്ക് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഇതിൽ നമുക്ക് വായിച്ചു നോക്കിയാൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഓപ്ഷൻ സി ആണ്. The wall drag is 66.67% of the total drag in Stokes law range. 57th question, the National Research Council equation is used to design trickling filter design ചെയ്യാനാണ് നാഷണൽ NRC equations യൂസ് ചെയ്യുന്നത്. 58th question, check out the wrong statement. Wrong ആയിട്ടുള്ള environmental impact assessment എന്നുള്ള ഭാഗത്തുള്ള ക്വസ്റ്റ്യൻ ആണ്. It is a rapid EIA does not facilitate decision making in situation where a fair amount of knowledge exists about the proposed site or the impacts of the proposed development എന്നുള്ളതാണ് ആൻസർ. 59th question, the ratio of the thermal boundary layer thickness to concentration boundary layer thickness is a Lewis number ആണ് ആൻസർ. The equation given below is dash and the unit of each term is SI system is dash. Her V is velocity, P pressure and ഇതാണ് ഇക്വേഷൻ. ശരിക്കും ഇക്വേഷൻ ഇതാണ്, നമ്മൾ എഴുതിയത് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയോണ്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ഇതിൽ ഇത് റോ ആണ്. റോ ഇൻറ്റു ഡി വി ബൈ ഡി ടി ഇസ് ഈക്വൽ ടു ഡെൽറ്റ പി മൈനസ് മ്യൂ ഇൻറ്റു ഡെൽറ്റ സ്ക്വയർ വി പ്ലസ് റോ ജി. ഇതാണ് ഇക്വേഷൻ. ഓക്കെ, ഇത് ഗിവൺ ഇക്വേഷൻ ആണ്, തന്നിരിക്കുന്ന ഇക്വേഷൻ ആണ്. ഇതിൽ ഓരോ ടേംസ് എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. റോ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി, വി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി, പി എന്ന് പറഞ്ഞാൽ പ്രഷർ. സോ ഇതിൽ ചോദിച്ചിരിക്കുന്നത് ഇക്വേഷൻ ഗിവൺ ബിലോ ഈസ്, ഇത് ഏതാണ് ഇക്വേഷൻ എന്ന് ഐഡന്റിഫൈ ചെയ്യണം. ആദ്യം തന്നെ നേവിയർ സ്റ്റോക്ക് ഇക്വേഷൻ ആണെന്ന് നമുക്ക് ആദ്യം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ SI സിസ്റ്റത്തിന്റെ കാര്യത്തിൽ പേടിക്കേണ്ട ആവശ്യമില്ല. ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് ആണെന്ന് കൂടെ നമുക്ക് എഴുതാൻ പറ്റും, കാരണം നേവിയർ സ്റ്റോക്സ് ഇക്വേഷൻ വേറെ ഓപ്ഷനൊന്നുമില്ല. 61th question, when pH of the solution is decreased to 2 from 4, its hydrogen ion concentration will be, answer will be option A, I increase by 100 times എന്നുള്ളതാണ്. 62nd question, the line of action of the buoyant force passes through the center of the gravity of the volume of fluid vertically above the body എന്നുള്ളതാണ് ആൻസർ. 63th question, the SI unit of specific weight is, സ്പെസിഫിക് വെയിറ്റിന്റെ SI യൂണിറ്റ് നമുക്കറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്, ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് ആണ് SI യൂണിറ്റ് ഓഫ് സ്പെസിഫിക് വെയിറ്റ് എന്ന് പറയുന്നത്. 64th question, the power required to dry water at 20 degrees Celsius flowing through a pipe at 3280 liters per second with a friction head loss of 1 feet is approximately. ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. അത് പ്രോബ്ലം ചെയ്ത് നോക്കേണ്ടത് തന്നെയാണ്. A 3 centimeter water jet produces a force of 23 Newton on a plate when it strikes the plate. What is the average velocity of the water in the jet? Okay, ഇതിന്റെ ആൻസർ വരുന്നത് 5.7 meter per second ആണ്. 66th question, the center of pressure of an immersed body lies below the center of gravity ആണ് ആൻസർ വരുന്നത്. Okay. 67th question, the pressure drop in a packed bed is nearly dash for turbulent flow. It is proportional to the square of the superficial velocity. 68th question, power number is the ratio of, power number എന്ന് പറയുന്നത് drag force to inertia force ന്റെ ratio ആണ്. Power
നമ്പർ എന്നുള്ളത്. ഇൻഡസ്ട്രിയൽ ഇലക്ട്രോസ്റ്റാറ്റിക് പ്രസിപ്പിറ്റേറ്റർ നമ്മൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് കാണുന്നത്. സോ ആ ഭാഗമൊക്കെ കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെക്കുക. ഇൻഡസ്ട്രിയൽ ഇലക്ട്രോസ്റ്റാറ്റിക് പ്രസിപ്പിറ്റേറ്റർ എംപ്ലോയ്സ് ആൻഡ് അയണൈസേഷൻ പൊട്ടൻഷ്യൽ ഇൻ ദ റേഞ്ച് ഓഫ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. 17th ക്വസ്റ്റ്യൻ, dash can be used to treat pollutant water if the water is having a low BOD. ഓക്സിഡേഷൻ പോൺസ് ആണ് നമ്മൾ ആ ഒരു കേസിൽ യൂസ് ചെയ്യുന്നത്, BOD കുറവുള്ളപ്പോൾ. When the Reynolds number for the flow around a sphere is dash, the flow is called. 0.1 ലെസ് ദാൻ ആവുമ്പോഴാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇറ്റ്സ് ക്രീപ്പിംഗ് ഫ്ലോ എന്ന് വിളിക്കുന്നത്. ഓക്കെ, 72, dash is the ratio of the oxygen available to the oxygen required for the stabilization of this sewage. Oxygen ion concentration എന്നുള്ളതാണ് ആൻസർ. The decibel level during normal conversation among men is men എന്നുള്ളതായിരിക്കും അത്. So it is option A 45 decibel ആണ്. ഓക്കെ, നോയ്സിന്റെ ഒരു ലെവലാണ്. The term specific cake resistance is associated with filtration. Out of the following, which represent the unit of specific cake resistance? അതിന്റെ യൂണിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ ആണ് ആൻസർ. Dash is used to remove traces of solid from a liquid. അപ്പോൾ ക്ലാരിഫയേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. The environmental lapse rate is found to be, environmental lapse rate is minus 6.5 degree Celsius per kilometer ആണ്. The ratio of COD to BOD of sewage will always greater than 1 ആയിരിക്കും. നമ്മൾ നേരത്തെ കണ്ടതാണ് COD ആണ് BOD-നേക്കാൾ വലുത് എന്നുള്ള ഒരു ഓർഡർ നമ്മൾ കണ്ടതാണ്. സോ അറിയാമെങ്കിൽ ഇത് എഴുതാനായിട്ട് പറ്റും. Dash poisoning leads to dash in human beings. ഇതിൽ കറക്റ്റ് ആയിട്ട് വരുന്നത് മെർക്കുറി പോയിസണിങ് മിനമാറ്റ ഡിസീസ് എന്നുള്ള ഒരു ഡിസീസാണ് ഹ്യൂമൻ ബീങ്സിൽ ഉണ്ടാക്കുന്നത്. There is no drag force on a body moving with constant velocity in a inviscid. This is called D'Alembert's paradox. Okay. The flow of water through a pipe or diameter of 1 centimeter with a flow rate of 0.1 meter per second. Option B, which is turbulent എന്നുള്ളതാണ് ആൻസർ വരുന്നത്. ഇനി 81st ക്വസ്റ്റ്യൻ തൊട്ടുള്ളത് നമുക്ക് കാണാം. ഇറ്റ്സ് റിലേറ്റഡ് ടു നമ്മുടെ ഇംഗ്ലീഷ് അല്ലെങ്കിൽ നമ്മുടെ മാത്തമാറ്റിക്സ്, GK ഒക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള റീസണിങ് ഒക്കെ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതൊന്നും ഇനിയുള്ള PSC എക്സാംസിൽ ഉണ്ടാവില്ല നമുക്ക് പ്രതീക്ഷിക്കാം. സോ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒന്നും ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സോ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടാം. എന്തെങ്കിലും ക്വസ്റ്റ്യൻസിൽ ആൻസർ പറഞ്ഞത് എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ ഇതിൻ്റെ ഇപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ആൻസർ വെറുതെ ഡിസ്കസ് ചെയ്തില്ല, വെറുതെ ആൻസർ പറഞ്ഞുള്ളൂ. ഇതിൻ്റെ ഓരോ ക്വസ്റ്റ്യനും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തുള്ള വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം, ഞാൻ തീർച്ചയായിട്ടും വീഡിയോ ചെയ്യുന്നതാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സോ എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്തും കമൻറ്റ് ചെയ്ത് ലൈക്ക് ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു.